നമുക്കറിയാം ദൈവം നമ്മളെ കൂട്ടായ്മയിലേക്കാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അല്ലെ, ഈശോയോടുള്ള, പിതാവായ ദൈവത്തോടുള്ള, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയിലേക്ക് ഈശോയെ അനുഗമിക്കുമ്പോൾ സ്വന്തം കുരിശെടുക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നുള്ളതും ആധ്യാത്മികതയിൽ രൂപപ്പെടുന്ന പ്രശ്നമാണ്. അതിഗൗരവമുള്ള ഒരു പ്രശ്നം. നമ്മുടെ സാഹചര്യങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. അതായത് ദൈവം ഇപ്പോൾ എനിക്ക് നൽകിയിരിക്കുന്ന സാഹചര്യം സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാൽ എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് കുറച്ച് അധ്വാനിക്കണം, കുറച്ചുകൂടെ സഹിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സന്തോഷിക്കണം, കുറച്ചുകൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകണം. ഇങ്ങനെ പല പല തോന്നലുകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ കുറിച്ചെടുക്കാൻ, അയാൾ വഹിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വില്ലിങ് ആകാറുണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യം നമ്മൾ ഒരിക്കലും അംഗീകരിക്കുകയോ ചോദിക്കുകയോ ചെയ്യാതെ മറ്റൊരാളുടെ സാഹചര്യം നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മൾ എടുക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വിശദീകരണം പൂർത്തിയാകുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം നമ്മളെ അനിലാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം എന്ന് നമ്മൾ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോ കരുണ നൽകുന്ന ദൈവം നൽകുന്നത് കരുണയാണെങ്കിലും അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇതുപോലെ തന്നെ നമ്മുടെ സാഹചര്യം നമുക്ക് നൽകുമ്പോൾ ആ സാഹചര്യത്തിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മുടെ വിശദീകരണം ആണ്. നമ്മുടെ സാഹചര്യത്തിലൂടെയാണ് ദൈവം നമ്മെ വിശദീകരിക്കുന്നത്. ആ സാഹചര്യങ്ങളോട് തുറവയും ആ സാഹചര്യങ്ങളോട് അനുസരണവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശദീകരണം സാഹചര്യത്തിലൂടെ പൂർത്തിയാകുക. അതുകൊണ്ട് ഈശോ വിശുദ്ധമത്തായി 10:38 ഇങ്ങനെ പറയുകയാണ്: സ്വന്തം കുരിശെടുത്തന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അതായത് നമ്മുടെ വിശദീകരണത്തിന് നിയമിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ തുറന്ന് ഹൃദയത്തോടെ ഏറ്റെടുത്ത് അവരെ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈശോയ്ക്ക് യോഗ്യമാവുന്നത്. കാരണം അത് കർത്താവിന്റെ മനസ്സാണ്. ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കുമ്പോഴല്ലേ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുകയും കൂട്ടായ്മയും സ്നേഹവും ഒക്കെയുള്ള ഒരാളെ മാറുന്നത്.